ചെയ്ത് ഇരിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഭൂമി Very humbly requesting all of our media pattern നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരിടത്തേക്ക് ഒന്ന് നിൽക്കണമെന്ന് ഏറ്റവും താഴ്മയായിട്ട് തന്നെ ആവശ്യപ്പെട്ടുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ഈ ഒരു ഇവന്റ് ചേച്ചിക്ക് എന്താ പറയാനുള്ളതാണ് നമുക്ക് എല്ലാവർക്കും കൗതുകമുണ്ട്. സോ പ്ലീസ് ഫ്രം യു. ഇല്ല, ജിത്തുവിനോടും ഷാഹിയോടും രഞ്ജിത്തിനോടും മാഷിനോടും ശിവചേട്ടനോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് ഞാൻ എന്താണോ ആഗ്രഹിച്ച അതിൻ്റെ ഒരുപാട് മോളെ തന്നതിന് സുന്ദർ. ഇങ്ങനൊന്നും അല്ല കേട്ടോ വീട്ടില്. ഒരു കാര്യം കൂടി സ്വകാര്യമായിട്ട് പറയാം. അടുത്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്ന് അഡ്വാൻസ് കൊടുക്കാൻ നേരത്ത് അവരോട് പറഞ്ഞത് അഡ്വാൻസ് അവിടെ നിൽക്കട്ടെ, ആദ്യം കഥ റെഡിയാകട്ടെ എന്നാണ്. അതാണ് ഒരു സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ബാക്കി വില്ലൻ ഗാങ്സ് ലയ ആയിരിക്കട്ടെ, ഐശ്വര്യ, ഞാൻ ദുബൈയിൽ കണ്ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് ഐ റിമെമ്പർ ഐ മെസ്സേജ് യു ഗേൾസ് ആൻഡ് ഐ സെഡ് യു ഗേൾസ് വണ്ടർഫുൾ. ഒരു സ്ട്രോങ് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരിലും. ആൻഡ് യു ഗേൾസ് വർ ഫെനോമിനൽ ഇൻ ദിസ് as your characters, and God bless you. Hope you have I'm sure you guys have a bright future. സാറിന്റെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ആ കെട്ടിപ്പിടിച്ച മൊമെന്റിനെ പറ്റിയിട്ടും സംസാരിക്കാം. ഏത് നിമിഷത്തിനെ പറ്റിയിട്ടും all this journey, this is your thing, this is your moment. എന്റെ അനിയനുണ്ടായിരുന്നു. എന്നെക്കാട്ടി കൂടുതൽ ഞാൻ ഇത് സക്സസ്ഫുൾ ആണോ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അനിയൻ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണലായി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു. പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു മൂവ്മെൻറ്റിൽ അവരുമായിട്ടുള്ള ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത്. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു തോന്നി. പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിനെ എടുക്കുക എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ചാക്കോച്ചനെ പോലെ തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ, ഇതിൽ അഭിനയിച്ച പ്രിയ ഉൾപ്പെടെയുള്ള ഒരുപാട് അഭിനേതാക്കൾ, മാർട്ടിൻ, എല്ലാവരും വലിയ സുഹൃത്തുക്കളാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ് എന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ വിജയത്തിന്റെ ആഘോഷം നടക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പൊക്കെ കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം വിജയാഘോഷങ്ങൾ ഒരു റെയർ ചടങ്ങാണ്, വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. ഇതിന്റെ പൂജയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ റിലീസ് ദിവസം ചാക്കോച്ചന്റെ ഒക്കെ കൂടിയിരുന്നാണ് കണ്ടത്. സംവിധായകനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം. ജെയ്ക്സിന്റെ ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണമല്ലോ. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഇതിന്റെ സംവിധായകൻ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കറിയാം ഫസ്റ്റ് തന്നെ പുള്ളിനെ കാണിച്ചാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതിന് സിനിമയ്ക്ക് പിന്നീട് എന്തെങ്കിലും കുഴപ്പം കിട്ടിയാലും സംവിധായകനെ സ്ക്രീനിൽ കണ്ട ആൾക്കാർ മുതിർത്ത് കയറുമല്ലോ. അപ്പോൾ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരുന്നു ആ സമയത്ത് തന്നെ എന്നുള്ളത് നമുക്കും വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം. ചാക്കോച്ചന്, പ്രിയയ്ക്ക്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. 2 പ്രിയുണ്ട്, പ്രിയാമണിയും കേൾക്കാറുണ്ട്. ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയും ഞാൻ പ്രിയയ്ക്കുന്നു. എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം. ചാക്കോച്ചന്, പ്രിയയ്ക്ക്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. 2 പ്രിയുണ്ട്, പ്രിയാമണിയും കേൾക്കാറുണ്ട്. ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയും ഞാൻ പ്രിയയ്ക്ക് എന്ന് പറയുമ്പോൾ അത് എടുക്കുന്നുണ്ട്. രണ്ടുപേരും വീതി ചിരത്തോട് വഴക്കുണ്ടാക്കാറുണ്ട്.
ദർശൻ. എടാ നിനക്കൊന്നും ഒരു മാറ്റം ഇതിനൊന്നും ഒരു മോചനമില്ലേ?